നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. സഭാ പ്രബോധനങ്ങളിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും വിശ്വാസവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ്. സഭയുടെ നൂറ്റാണ്ടുകളായുള്ള വിശ്വാസ പ്രമാണങ്ങൾ ദൈവഹിതവും ഏതെങ്കിലും പ്രാദേശിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി മാറ്റം വരുത്താനുള്ളതല്ലെന്നും ചൂണ്ടിക്കാട്ടി. ജർമ്മനിയിലെ ഒരു വിഭാഗം മെത്രാന്മാരും വൈദികരും ചേർന്ന് സ്വവർഗ പങ്കാളികളെ ആശീർവദിക്കുന്നതിനായി പുറത്തിറക്കിയ പുസ്തകത്തിന് പരിശുദ്ധ സിംഹാസനം വിലക്കേർപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം. കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെയും കുടുംബം, വിവാഹം തുടങ്ങിയ കൂദാശകളുടെ പവിത്രതയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾക്കെതിരെ വത്തിക്കാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വാഗതാർഹമാണെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് പ്രസ്താവിച്ചു. സഭയുടെ ഔദ്യോഗിക നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് ആവശ്യപ്പെട്ടു. ജർമ്മനിയിലെ ഒരു വിഭാഗം മെത്രാന്മാരും വൈദികരും ചേർന്ന് സ്വവർഗ പങ്കാളികളെ ആശീർവദിക്കുന്നതിനായി പുറത്തിറക്കിയ പുസ്തകത്തിന് പരിശുദ്ധ സിംഹാസനം വിലക്കേർപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം. ഏതെങ്കിലും രാജ്യത്തെ ഒരു കൂട്ടം വൈദികരോ മെത്രാന്മാരോ സഭയുടെ നിലപാടിൽ വെള്ളം ചേർക്കുവാൻ ശ്രമിച്ചാൽ അതിനെ സാർവത്രിക സഭയും കുടുംബം, ജീവൻ, അൽമായർ എന്നിവർക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയോ പാപ്പയോ അംഗീകരിക്കുകയില്ല. സഭയുടെ നൂറ്റാണ്ടുകളായുള്ള വിശ്വാസ പ്രമാണങ്ങളും ദൈവഹിതവും ഏതെങ്കിലും പ്രാദേശിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി മാറ്റം വരുത്താനുള്ളതല്ലെന്നും പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചൂണ്ടിക്കാട്ടി. ഇത്തരം വിശ്വാസവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ എത്ര ഉന്നത പദവികളിലാണെങ്കിലും അവർക്കെതിരായ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. വിവാഹമെന്ന കൂദാശയും കുടുംബ മൂല്യങ്ങളെയും തകർക്കുന്ന ഇത്തരം നീക്കങ്ങളെ വിശ്വാസികൾ ജാഗ്രതയോടെ കാണണമെന്നും സാബു ജോസ് അഭ്യർത്ഥിച്ചു. ജീവന്റെയും കുടുംബത്തിന്റെയും സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന പ്രോലൈഫ് പ്രസ്ഥാനങ്ങൾ വത്തിക്കാന്റെയും പാപ്പയുടെയും നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ഇറാനുമായുള്ള സൈനിക സഹകരണം ചൈന അവസാനിപ്പിക്കുമെന്നും ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്കയെ സഹായിക്കുമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉറപ്പു നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. ബീജിംഗിൽ ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക വഴിതിരിവ്. ഇറാനുമായുള്ള സൈനിക സഹകരണം ചൈന അവസാനിപ്പിക്കുമെന്നും ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാൻ അമേരിക്കയെ സഹായിക്കുമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉറപ്പ് നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. ബീജിംഗിൽ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ ഇറാന് യാതൊരുവിധ സൈനിക ഉപകരണങ്ങളും നൽകില്ലെന്ന് ഷീ ജിൻപിങ് ശക്തമായി പറഞ്ഞു. ആഗോള എണ്ണ വ്യാപാരത്തിന് സുപ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് തടസ്സമില്ലാതെ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ചൈന ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ എന്ത് സഹായം നൽകുവാനും ചൈന തയ്യാറാണെന്ന് ചൈനീസ് പ്രസിഡന്റ് അറിയിച്ചു. ഷീ ജിൻപിങ് ഇറാന് സൈനിക ഉപകരണങ്ങൾ നൽകില്ലെന്ന് പറഞ്ഞു എന്ന് ട്രംപ് ആവർത്തിച്ചു. ഒരു കരാറും ഒരു ഒത്തുതീർപ്പും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഒരു വാഗ്ദാനവും നൽകിയെന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ താൻ അതിന് തയ്യാറാണെന്നും ഷീ ജിൻപിങ് പറഞ്ഞിട്ടുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുതിയ തലത്തിലേക്ക്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സെപ്റ്റംബർ 24 വൈറ്റ് ഹൌസിൽ സന്ദർശിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി ക്ഷണിച്ചു. ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിൽ വ്യാഴാഴ്ച രാത്രി നടന്ന വിരുന്നിനിടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുതിയ തലത്തിലേക്ക്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സെപ്റ്റംബർ 24 വൈറ്റ് ഹൌസ് സന്ദർശിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി ക്ഷണിച്ചു. ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിൽ വ്യാഴാഴ്ച രാത്രി നടന്ന വിരുന്നിനിടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ബീജിംഗിൽ നടന്ന ചർച്ചകൾ അതീവ ക്രിയാത്മകവും ഗുണകരവുമായിരുന്നുവെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. അടുത്ത 3 വർഷത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്ഥിരത നിലനിർത്തുന്നതിനുള്ള പുതിയ ചട്ടക്കൂടിന് ഇരു നേതാക്കളും അംഗീകാരം നൽകി. നിലവിലെ വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ സെപ്റ്റംബറിലെ വാഷിംഗ്ടൺ സന്ദർശനത്തിലും തുടരും. സെപ്റ്റംബറിൽ വൈറ്റ് ഹൌസ് സന്ദർശനത്തിനൊപ്പം നവംബറിൽ ഷെൻഷനിൽ നടക്കുന്ന APEC ഉച്ചകോടിയിലും ഡിസംബറിൽ ഫ്ലോറിഡയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലും ഇരു നേതാക്കളും വീണ്ടും കൂടിക്കാഴ്ച നടത്തുവാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ വിദേശ സഹായം വെട്ടിക്കുറയ്ക്കുന്നതിനിടയിലും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കും വിപണിയിൽ സ്ഥിരതയ്ക്കും കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നു. ഷീ ജിൻപിങ്ങിനൊപ്പം അദ്ദേഹത്തിന്റെ പത്നി പെങ് ലിയുവാനെയും ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ ആദ്യ ജെൻസി വിശുദ്ധനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 21 വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ച പെദ്രോ ബാലസ്റ്ററിന്റെ ഔദ്യോഗിക നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ച് സാൽഫോർഡിലെ റോമൻ കത്തോലിക്ക രൂപത. 1996 മാഞ്ചസ്റ്ററിൽ ജനിച്ച് വെറും 21 വയസ്സിൽ ശരീരത്തെ ബാധിച്ച ക്യാൻസർ രോഗം മൂലം ഈ ലോകത്തോട് വിട പറഞ്ഞ പെഡ്രോ ബാലസ്റ്ററിന്റെ നാമകരണ നടപടികൾക്കായി ഒരുങ്ങി സാൽഫോർഡിലെ റോമൻ കത്തോലിക്ക രൂപത. ജനറലിസ്റ്റിൽ നിന്ന് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ വിശുദ്ധനാകുന്നതിനുള്ള പ്രക്രിയ ഔപചാരികമായി ആരംഭിച്ചു.
വിശ്വാസത്തിന്റെയും സാക്ഷ്യത്തിന്റെയും ജീവിതം വഴി അനേകർക്ക് പ്രചോദനമായി തുടരുന്ന പെട്രോ ബാലസ്റ്ററിന്റെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തലിനും വിശുദ്ധ പദവിയിലേക്കും ഉയർത്തലിനും വേണ്ടിയുള്ള കോഴ്സിന്റെ ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് രൂപത ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയിച്ചു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള ആദ്യ ഔപചാരിക ചുവടുവയ്പ്പാണ് കാനോനൈസേഷൻ നടപടികളിലൂടെ ആരംഭിക്കുന്നത്. ഇതിൽ വത്തിക്കാനിലേക്ക് തെളിവുകൾ അയക്കുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ ജീവിതം, രചനകൾ, വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രശസ്തി എന്നിവയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തപ്പെടുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ബാലസ്റ്ററിന്റെ നാമകരണ നടപടികൾക്കായി ബാലസ്റ്ററിനെ അറിയാവുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ജീവിതവും വിശ്വാസവും രേഖപ്പെടുത്താൻ സഹായിക്കുന്ന കത്തുകൾ, ഡയറിക്കുറിപ്പുകൾ, വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ, ഓർമ്മകൾ എന്നിവ സമർപ്പിക്കാൻ രൂപത സമൂഹ മാധ്യമങ്ങളിലൂടെ ക്ഷണിച്ചു. ഓപ്പസ് ദെയ് പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന അദ്ദേഹം കഠിനമായ രോഗപീഠകൾക്കിടയിലും പുലർത്തിയ അചഞ്ചലമായ ദൈവവിശ്വാസവും സന്തോഷവുമാണ് ഇന്ന് അദ്ദേഹത്തെ നാമകരണ നടപടികളിലേക്ക് നയിച്ചിരിക്കുന്നത്. 2015 വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ കണ്ട പെട്രോ തന്റെ രോഗവും വേദനകളും സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടി സമർപ്പിക്കുന്നതായി അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി എ ഫ്രണ്ട് ഇൻ ഹെവൻ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും പുറത്തിറങ്ങിയിട്ടുണ്ട്. നാമകരണ നടപടികൾ പൂർത്തിയായി പെട്രോ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഇന്നിന്റെ ജെൻസി കാലഘട്ടത്തിലെ ആദ്യ വിശുദ്ധനായി മാറും പെട്രോ ബാലസ്റ്റർ. വിശ്വാസത്തിലൂന്നിയുള്ള ഭരണ തുടക്കവുമായി കോസ്റ്റാറിക്ക പ്രസിഡന്റ് ലോറ ഫെർണാണ്ടസ്. ഭരണ തുടക്കത്തിന് മുന്നോടിയായി പരിശുദ്ധ കുർബാനയർപ്പിച്ച് പ്രാർത്ഥിച്ച് അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായ ലോറയും ഒപ്പം മറ്റ് ജനപ്രതിനിധികളും. 2026 ഫെബ്രുവരി 1 മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്റ്ററിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് 2026 മെയ് 8 അധികാരമേറ്റെടുത്ത ലോറ ഫെർണാണ്ടസ് വിശുദ്ധ കുർബാന അർപ്പണത്തോടെയാണ് തന്റെ ഭരണസാരഥ്യത്തിന് തുടക്കം കുറിച്ചത്. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയും പ്യൂബ്ലോ സോബെറാനോ പാർട്ടിയുടെ പ്രതിനിധിയുമായ ലോറയും മറ്റ് ജനപ്രതിനിധികളുമാണ് ഭരണ തുടക്കത്തിന് മുന്നോടിയായി കാർട്ടഗോയിലെ മാലാഖമാരുടെ രാജ്ഞിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നേരിട്ടെത്തിയത്. വിശുദ്ധ കുർബാന അർപ്പണത്തിന് പിന്നാലെ തന്റെ പ്രസിഡൻഷ്യൽ ബാൻഡ് സക്രാരിക്ക് മുൻപിൽ പ്രസിഡന്റ് സമർപ്പിച്ചു. പുതിയ ഭരണകൂടത്തിലെ നേതൃനിരയിലെ നിരവധി അംഗങ്ങൾ ബലിയർപ്പണത്തിലും പ്രാർത്ഥനയിലും പങ്കെടുത്തു. മത്സരവും വോട്ടെണ്ണലും നടന്ന ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന ലോറയുടെ ചിത്രം വൈറലായിരുന്നു. താനൊരു കത്തോലിക്ക വിശ്വാസിയാണെന്ന് അഭിമാനത്തോടെ ലോറ ഫെർണാണ്ടസ് ആവർത്തിച്ച് പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും കഴിവുള്ള വിധത്തിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെന്നും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് പകരം യഥാർത്ഥ ഭക്തി കൊണ്ടാണ് താനിത് ചെയ്യുന്നതെന്നും ലോറ പറഞ്ഞിരുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്കും ക്രിസ്തീയതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ലോറ ഫെർണാണ്ടസ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നത്. വിജയിച്ചതായുള്ള ഫലം പുറത്തുവന്നപ്പോഴും ദൈവത്തിന് നന്ദി, ഇന്ന് അങ്ങയുടെ മുൻപാകെ കീഴടങ്ങി കോസ്റ്ററിക്കായെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നതായിരുന്നു അവരുടെ പ്രതികരണം. പ്രചാരണ വേളയിലും മുൻപത്തെ സേവന കാലയളവിലും ഫെർണാണ്ടസ് ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷണത്തിനു വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു. ഗർഭചിത്രം കൊലപാതകമല്ലാതെ മറ്റൊന്നുമല്ല എന്നവർ പരസ്യമായി വിശേഷിപ്പിക്കുകയും ശിശുഹത്യകൾക്കുള്ള ശിക്ഷകൾ കർശനമാക്കുന്നതിനുള്ള നിയമനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബിഷപ്പ് ജാവിയർ റോമൻ വിശുദ്ധ ബലിയർപ്പണത്തിന് മുഖ്യ കാർമ്മികനായി. പൊതു ഉത്തരവാദിത്വങ്ങൾ മനുഷ്യശക്തി കൊണ്ട് മാത്രം ക്രമീകരിക്കുവാൻ കഴിയില്ലെന്ന് ബിഷപ്പ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അക്രമം, അരക്ഷിതാവസ്ഥ, മയക്കുമരുന്നുകടത്ത്, വർദ്ധിച്ചുവരുന്ന കൊലപാതക നിരക്ക് എന്നിവയെ തുടർന്ന് വെല്ലുവിളികൾ നേരിടുന്ന രാജ്യത്തിൽ പുതിയ നേതാക്കൾക്ക് ഭരണപരമായ മികവും ജ്ഞാനവും ലഭിക്കുന്നതിനുവേണ്ടി ബിഷപ്പ് റോമൻ പ്രാർത്ഥിച്ചു. ക്രിസ്തുവിലേക്കുള്ള തന്റെ വിളി തിരിച്ചറിഞ്ഞ് ആത്മീയതയുടെ പാതയിലേക്ക് ചുവടുമാറ്റിയ 42-കാരൻ ശ്രദ്ധേയനാകുന്നു. ലോകത്തിൻ്റെതായ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് വൈദിക ദൈവവിളിയിൽ പ്രവേശിച്ച് കോസ്മെറ്റിക് ബ്രാൻഡായ EIF കോസ്മെറ്റിക്സ് സഹസ്ഥാപകൻ സ്കോട്ട് ബോർബെ. ആഡംബരങ്ങളുടെയും വാണിജ്യവൽക്കരണത്തിന്റെയും ലോകത്ത് നിന്ന് ആത്മീയതയുടെ പാതയിലേക്ക് ചുവടുമാറ്റി ലോകപ്രശസ്ത കോസ്മെറ്റിക് ബ്രാൻഡായ EIF കോസ്മെറ്റിക് സഹസ്ഥാപകൻ സ്കോട്ട് ബോർബ. ഡീക്കൻ സ്കോട്ട് ബോർബ 2026 മെയ് 23 കാലിഫോർണിയയിലെ ഫ്രെസ്നോ രൂപതയിൽ വെച്ച് വൈദികനായി അഭിഷിക്തനാകും. മോഡൽ, നടൻ, ഗായകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തിളങ്ങിയ ബോർബ തന്റെ 42-ാം വയസ്സിലാണ് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ബിസിനസ് സാമ്രാജ്യം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ വഴി തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചത്. ദൈവം തനിക്ക് നൽകിയ എല്ലാ സമ്പത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ദാനം ചെയ്ത ശേഷമാണ് അദ്ദേഹം സെമിനാരിയിൽ ചേർന്നത്. ഹോളിവുഡ് ജീവിതശൈലി തന്നെ പൂർണ്ണമായും വലിച്ചെടുത്തതായും ആഡംബരങ്ങളുടെ പോസ്റ്റർ ബോയ് ആയിരുന്നു താനെന്നും തന്നെ ആരാധിക്കുന്ന സ്വാർത്ഥമായ ഒരു ജീവിതത്തിലൂടെയാണ് താൻ പോയിക്കൊണ്ടിരുന്നതെന്നും ഒരു ഘട്ടത്തിൽ തന്റെ ആത്മാവിനെ തന്നെ വിൽക്കാൻ താൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയതായും അദ്ദേഹം തന്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നു. തന്റെ കുടുംബത്തിന്റെ വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയാണ് ഈ മനംമാറ്റത്തിന് പിന്നിലെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നു. ഒരിക്കൽ ദിവ്യബലിക്കിടെ അൾത്താരയിലേക്ക് നോക്കിയപ്പോൾ വൈദികന്റെ വസ്ത്രങ്ങൾ തിളങ്ങുന്നതായി തനിക്ക് അനുഭവപ്പെട്ടെന്നും അന്നാണ് ദൈവം തന്നെ വൈദിക വൃത്തിയിലേക്ക് വിളിക്കുന്നത് താൻ തിരിച്ചറിഞ്ഞതെന്നും ബോർബ പറയുന്നു. തന്റെ വിളിയെ ഉറപ്പിച്ചത് പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനകളിലൂടെയാണെന്നും ഡീക്കൻ ബോർബ സാക്ഷ്യപ്പെടുത്തുന്നു. സ്വർഗത്തിനു വേണ്ടിയാണ് നാം ജീവിക്കേണ്ടതെന്ന് താൻ തിരിച്ചറിഞ്ഞു. ലോകം തന്നതിനേക്കാൾ വലിയ സന്തോഷവും സമാധാനവുമാണ് ഇപ്പോൾ തനിക്ക് ലഭിക്കുന്നത്. തന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇത്രയേറെ
ഇത്രയേറെ സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 23 നടക്കുന്ന തിരുപ്പട്ട സ്വീകരണത്തോടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ബിസിനസ് പ്രമുഖൻ ഇനി വിശ്വാസികളുടെ ആത്മീയ പിതാവായി പുതിയൊരു യാത്രയ്ക്ക് തുടക്കമാകും. 1981 മെയ് 13 ലോകത്തെ നടുക്കിയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നേരെയുള്ള വധശ്രമം നടന്ന ദിവസം. 45 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായ്ക്ക് വെടിയേറ്റ അതേ സ്ഥലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ലിയോ 14 പാപ്പ. 1981 മെയ് 13 ലോകത്തെ നടുക്കിയ ഒരു വെടിയൊച്ച. വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ആയിരങ്ങൾക്ക് മുമ്പിൽ നടന്ന വധശ്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക്. 1981 ഫാത്തിമ മാതാവിന്റെ തിരുനാൾ നടന്നുകൊണ്ടിരുന്ന അതേ ദിവസമാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വെച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റത്. ഇന്ന് 45 വർഷങ്ങൾക്കിപ്പുറം തന്റെ പൊതുകൂടിക്കാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പ് പോപ്പ് മൊബിലിൽ ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നുപോയ ലിയോ 14 പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വധശ്രമത്തിനിരയായ സ്ഥലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തീർത്തും വികാരനിർഭരമായ നിമിഷങ്ങൾ. ചരിത്ര നിമിഷത്തെ അനുസ്മരിച്ച് ലിയോ പാപ്പ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. ഇന്ന് ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഫാത്തിമയിൽ ഒരുമിക്കുന്നതും സമാധാനത്തിനും പ്രത്യാശയ്ക്കുമായി ലോകം ദാഹിക്കുന്നതിന്റെ അടയാളമാണെന്ന് പാപ്പ പറഞ്ഞു. യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കായി സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രാർത്ഥനകൾ പരിശുദ്ധ മാതാവിന്റെ നിർമ്മല ഹൃദയത്തിൽ സമർപ്പിക്കാമെന്നും ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. 45 വർഷങ്ങൾക്ക് മുമ്പ് 1981 മെയ് 13 ബുധനാഴ്ചത്തെ പൊതുദർശനത്തിനായി വിശുദ്ധ പത്രോസിന്റെ ചത്തുരം വിശ്വാസികളാൽ നിറഞ്ഞിരിക്കുന്നു. പതിവ് പോലെ വെള്ള ജീപ്പിൽ സഞ്ചരിച്ച് വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നതിനിടെയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെ അടുത്ത ദൂരത്തിൽ നിന്ന് വെടിയുതിർത്തത്. ഗുരുതരമായി പരിക്കേറ്റ പാപ്പയെ ഉടൻ റോമിലെ ജെമില്ലി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവം ലോകമെമ്പാടും നടുക്കമുണ്ടാക്കി. ആ കാലഘട്ടം ശീതയുദ്ധത്തിന്റെ സംഘർഷം നിറഞ്ഞ കാലം കൂടിയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശവും പോളണ്ടിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങളും യൂറോപ്പിൽ ഉടനീളമുള്ള രാഷ്ട്രീയ അസ്ഥിരതകളും ലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. വെടിവെപ്പിന് പിന്നാലെ വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പാപ്പയുടെ നില ഗുരുതരമാണെങ്കിലും സുഖപ്രാപ്തിക്കുള്ള പ്രതീക്ഷയുണ്ടെന്ന് അറിയിച്ചു. എന്നാൽ ലോകത്തെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് പിന്നീട് ആശുപത്രിയിൽ നിന്ന് പാപ്പ പറഞ്ഞ വാക്കുകളായിരുന്നു. തന്നെ വധിക്കാൻ ശ്രമിച്ച മെഹ്മദ് അലി അക്ജിയോട് താൻ ക്ഷമിക്കുന്നുവെന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രഖ്യാപിച്ചു. ടോട്ടസ് ടുവസ്, ഞാൻ പൂർണ്ണമായി നിന്റേതാണ് എന്ന മാതാവിനോടുള്ള സമർപ്പണ വാക്കുകളോടെ പരിശുദ്ധ കന്യകാമറിയത്തിൽ വീണ്ടും സ്വയം സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ സംഭവം ഫാത്തിമ മാതാവിനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയുമായി അടുത്ത് ബന്ധപ്പെട്ടു. തന്റെ ജീവൻ രക്ഷിക്കപ്പെട്ടത് പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിലൂടെയാണെന്ന വിശ്വാസം പാപ്പ പലവട്ടം പങ്കുവച്ചു. അതിനുശേഷം ഫാത്തിമയിലെത്തിയ ജോൺ പോൾ രണ്ടാമൻ പാപ്പ മാതാവിന്റെ സന്നിധിയിൽ തന്റെ ശരീരത്ത് തുളഞ്ഞു കയറിയ വെടിയുണ്ടയും സമർപ്പിച്ചിരുന്നു. പിന്നീട് ഇത് മാതാവിന്റെ തിരുസ്വരൂപത്തിലുള്ള കിരീടത്തിൽ വച്ചു. 2000 മെയ് 13 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ അവസാനമായി ഫാത്തിമയിൽ എത്തിയത്. 2005 നടന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ബെനഡിക്ട് 16 പാപ്പ ജോൺ പോൾ രണ്ടാമന്റെ വേദന വിശ്വാസത്തിലൂടെയും സ്നേഹത്തിലൂടെയും ക്രിസ്തുവിനോടൊന്നിച്ച സാക്ഷ്യമാണെന്ന് അനുസ്മരിച്ചു. 45 വർഷങ്ങൾ പിന്നിടുമ്പോഴും 1981 മെയ് 13 ആ ആക്രമണം ഇന്നും ക്ഷമയുടെയും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ശക്തമായ സന്ദേശമായി സഭയുടെ ചരിത്രത്തിൽ നിലനിൽക്കുകയാണ്. വെടിയൊച്ചകളേക്കാൾ ശക്തമായിരുന്നു ആ ദിനത്തിൽ ലോകം കേട്ട ക്ഷമയുടെ സന്ദേശം. വിശ്വാസത്തിന്റെ ആ സാക്ഷ്യം ഇന്നും ലോകത്തിന് പ്രചോദനമാകുന്നു. മെയ് 13 ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു തിരുസഭ. ഫാത്തിമ അത്ഭുതത്തെക്കുറിച്ച് നിരീശ്വരവാദിയായ മാധ്യമ പ്രവർത്തകന്റെ വിവരണം. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്നതിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ജസീന്ത, ഫ്രാൻസിസ്കോ, ലൂസിയ എന്നീ 3 ഇടയ ബാലകർക്കാണ് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടതും സന്ദേശങ്ങൾ കൈമാറിയതും. ദർശനങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് ഫാത്തിമയിലെ സൂര്യാത്ഭുതമായിരുന്നു. 1917 ഒക്ടോബർ 13 പോർച്ചുഗലിലെ ഫാത്തിമയിലെ കോവഡ ഇറിയിൽ നടന്ന ഈ സൂര്യാത്ഭുതം ഫാത്തിമ ദർശനങ്ങളിൽ 6ാമത്തേതും അവസാനത്തേതുമായിരുന്നു.
മഴയുള്ള പ്രഭാതത്തിൽ സൂര്യൻ വർണ്ണങ്ങൾ പൊഴിക്കുകയും നൃത്തം ചെയ്യുകയും ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ തോന്നിക്കുകയും ചെയ്ത ഈ സംഭവത്തിന് ലക്ഷക്കണക്കിനോളം ആളുകൾ സാക്ഷികളായിരുന്നു. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ആധികാരികമായ റിപ്പോർട്ട് നൽകിയത് സ്ഥലത്തെ മെത്രാനോ ദർശനം ലഭിച്ച ബാലകരോ ആയിരുന്നില്ല, ഒരു നിരീശ്വരവാദിയായിരുന്നു. പത്രപ്രവർത്തകൻ കൂടിയായ അവെലിനോ ഡി അൽമേഡ. അധികമാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യമാണത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലെ പ്രമുഖ പോർച്ചുഗീസ് പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്നു അവെലിനോ ഡി അൽമേഡ. ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസത്തിൽ ഫാത്തിമ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളുടെ പൂർണ്ണതയെന്ന് വിശേഷിപ്പിക്കുന്ന സൂര്യാത്ഭുതത്തിന്റെ നിമിഷങ്ങളിലൂടെയും അവെലിനോയുടെ റിപ്പോർട്ടിലൂടെയും നമുക്കൊന്ന് കടന്നുപോകാം. സൂര്യൻ ആകാശത്ത് നൃത്തം ചെയ്യുകയോ ഭൂമിയിലേക്ക് പതിക്കുമെന്ന തോന്നലുണ്ടാകുകയോ ബഹുവർണ പ്രകാശവും തിളക്കമുള്ള നിറങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നത് പോലെയുള്ള അസാധാരണമായ സൗരപ്രവർത്തനങ്ങളാണ് അന്ന് നടന്നത്. സ്ഥലത്തെ മെത്രാനോ അല്ലെങ്കിൽ ദർശനം ലഭിച്ചവരോ ആണ് ഇതേക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരുന്നത് എങ്കിൽ വിശ്വാസ തലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ ആണ് അത് എഴുതിയതെന്ന് ആരോപിക്കുകയും ആ വാക്കുകളെ തള്ളിക്കളയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ നിരീശ്വരവാദിയായ പത്രപ്രവർത്തകനായ അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് എഴുതിയത് ഇന്നും ചോദ്യം ചെയ്യപ്പെടാൻ ആവാത്ത വിധത്തിലുള്ള ചരിത്രരേഖയായി അവശേഷിക്കുന്നു. ഓ സിക്കുലോ പത്രത്തിൽ അതേക്കുറിച്ച് അവെലിനോ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: വണ്ടികൾ കൂട്ടമായി നിരന്നിരിക്കുന്ന റോഡിന്റെ ഉയർന്ന ഭാഗത്തുനിന്ന് ചെളി നിറഞ്ഞ മണ്ണിലേക്ക് കടക്കാൻ ധൈര്യപ്പെടാതെ നൂറുകണക്കിന് ആളുകൾ അവിടെ നിന്നിരുന്നു. സൂര്യന്റെ നേരെ തിരിഞ്ഞാണ് ആൾക്കൂട്ടം നിന്നിരുന്നത്. നക്ഷത്രം ഒരു മങ്ങിയ വെള്ളിത്തളിക പോലെ കാണപ്പെട്ടു. പെട്ടെന്ന് ഒരു ഗ്രഹണം സംഭവിക്കുന്നത് പോലെ തോന്നി. ആളുകൾ അത്ഭുതം, അത്ഭുതം, അത്ഭുതം എന്ന് ഉറക്കെ വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. ആകാശത്തിന്റെ നീലയിലേക്ക് നോക്കിയ ആളുകളുടെ കണ്ണുകൾക്ക് മുൻപിൽ സൂര്യൻ പ്രകമ്പനം കൊണ്ടു. ആരുടെയും കണ്ണുകൾക്ക് അപകടം സംഭവിച്ചില്ല. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലും കണ്ടിട്ടില്ലാത്ത വിധത്തിലും എല്ലാ പ്രപഞ്ച നിയമങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് സൂര്യൻ നൃത്തം ചെയ്തു. ചിലർ മറ്റുള്ളവരോട് അവർ അത് കണ്ടോ അല്ലെങ്കിൽ എന്താണ് കണ്ടതെന്ന് ചോദിക്കുന്നു. ഭൂരിഭാഗം പേരും സൂര്യന്റെ നൃത്തം കണ്ടെന്ന് സമ്മതിക്കുന്നു. വേറെ ചിലർ കന്യകയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടതായി അവകാശപ്പെടുന്നു. ഔറമിലെ ചാവോ ഡി മാസ സ്റ്റേഷനിൽ വൈകുന്നേരം 4 മണിയോടെ ദൂരദേശങ്ങളിൽ നിന്നായി മതവിശ്വാസികളും അത്ഭുതം കാണാൻ വണ്ടികളിൽ വന്നിറങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം റിപ്പോർട്ട് ആരംഭിക്കുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിന്റെ ചരിത്രപരമായ പ്രാധാന്യവും വിശ്വാസപരമായ പ്രസക്തിയും? അവെലിനോ ഒരു കത്തോലിക്കനായിരുന്നില്ല. മാത്രവുമല്ല, പോർച്ചുഗലിലെ കത്തോലിക്ക സഭയുടെ നിശിത വിമർശകനുമായിരുന്നു. എന്തിന്, അയാൾ ഒരു നിരീശ്വരവാദി പോലുമായിരുന്നു. ഫാത്തിമയിൽ അദ്ദേഹം എത്തിയതാകട്ടെ അധികാരികളുടെ നിർദ്ദേശപ്രകാരം അവിടെ നടക്കുന്നത് സഭയുടെ വെറും തട്ടിപ്പ് എന്ന് എഴുതാനായിരുന്നു. ഫാത്തിമയിലെ ദർശനങ്ങളുടെ പ്രസക്തി ചോദ്യം ചെയ്യാനായിരുന്നു. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും ഗൂഢതന്ത്രങ്ങളുടെയും അപ്പുറമാണ് ദൈവത്തിന്റെ ഇടപെടലും തീരുമാനവും. 80-ലധികം ക്രൈസ്തവരെ കൂട്ടക്കൊലക്കിരയാക്കി കോങ്കോയിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഐസിസ് നടത്തിയ കൂട്ടക്കൊലപാതകങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആഘോഷമാക്കുകയാണ് തീവ്രവാദി സംഘടനകൾ. വടക്കുകിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നടത്തിയ സായുധ ആക്രമണങ്ങളിൽ 80-ലധികം ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി അവകാശപ്പെട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ. മെയ് 5-ന് നോർത്ത് കിവു, ഇറ്റൂരി പ്രവിശ്യകളുടെ അതിർത്തിയിലുള്ള ബെനി പ്രദേശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 60ഓളം ക്രൈസ്തവ വിശ്വാസികൾ കൊല്ലപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം 15ഓളം ക്രൈസ്തവർ ബേനി പ്രദേശത്ത് കൊല്ലപ്പെട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ ഇറ്റൂരി പ്രദേശത്ത് 9ഓളം പേർ കൂട്ടക്കൊലയ്ക്ക് ഇരയായി. ഇസ്ലാമിലേക്കുള്ള പരിവർത്തനത്തിനോ അല്ലെങ്കിൽ ജിസിയ നികുതി നൽകുവാനോ വിസമ്മതിച്ച ക്രൈസ്തവരെയാണ് ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയത്. ക്രിസ്തുവിശ്വാസ
വിശ്വാസം പിന്തുടരുന്നവർ സ്വമേധയാ കീഴടങ്ങുകയോ അല്ലെങ്കിൽ അപമാനകരമായ ജിസിയ നികുതി നൽകുകയോ ചെയ്യുകയല്ലാതെ മറ്റൊരു സുരക്ഷിതത്വമില്ലെന്ന് അവർ അറിയട്ടെ എന്നാണ് ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പോസ്റ്റിൽ പറയുന്നത്. കൂട്ടക്കൊലകൾ, നിർബന്ധിത തൊഴിൽ, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയുൾപ്പെടെ ഡെമോക്രാറ്റിക് അലൈഡ് ഫോഴ്സ് നടത്തുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് വ്യാപകമായതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2024 ഡിസംബറിൽ അക്രമ പ്രചാരണം വർദ്ധിച്ചതിനു ശേഷം വടക്കുകിഴക്കൻ രാജ്യത്ത് മാത്രം ഏകദേശം 1000-ഓളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി തീവ്രവാദ സംഘടനകൾ അവകാശപ്പെടുന്നു. നൈജീരിയൻ ക്രൈസ്തവ വംശഹത്യയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ. കഴിഞ്ഞ 17 വർഷത്തിനിടെ നൈജീരിയയിൽ മാത്രം കൊല്ലപ്പെട്ടത് 1,28,750 ക്രൈസ്തവർ. നൈജീരിയൻ ക്രൈസ്തവ വംശഹത്യയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ. കഴിഞ്ഞ 17 വർഷത്തിനിടെ നൈജീരിയയിൽ മാത്രം കൊല്ലപ്പെട്ടത് 1,28,750 ക്രൈസ്തവർ. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യകളിലൊന്നാണ് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2009 മുതൽ 2026 വരെയുള്ള കാലയളവിലെ കണക്കുകളാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പുറത്തുവന്നിരിക്കുന്നത്. തീവ്രവാദി ഗ്രൂപ്പുകളായ ബോക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ്, പശ്ചിമ ആഫ്രിക്കൻ പ്രവിശ്യ, ഫുലാനി തീവ്രവാദികൾ എന്നിവരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2026 കൂട്ടക്കൊല വർദ്ധിച്ച സാഹചര്യത്തിലാണുള്ളത്. എന്നിട്ടും പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥർ രാജ്യത്ത് ഇത്തരത്തിൽ കൂട്ടക്കൊലകൾ നടക്കുന്നില്ല എന്ന അപകടകരമായ കഥയാണ് കെട്ടിച്ചമയ്ക്കുന്നത്. 10,000-കണക്കിന് ദേവാലയങ്ങളും 100-കണക്കിന് ക്രൈസ്തവ സ്കൂളുകളും ഈ കാലയളവിൽ തകർക്കപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. മറ്റ് രാഷ്ട്ര തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചകളിൽ നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു തന്റെ രാജ്യത്തെ ബാധിക്കുന്നത് അസഹനീയമായ കാലാവസ്ഥാ വ്യതിയാനവും പ്രാദേശിക അസ്ഥിരതയും മാത്രമാണെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഗവേഷകർ ഈ ന്യായവാദത്തെ ഗണ്ണിക്കുന്നുണ്ട്. യുഎസിൽ മനുഷ്യാവകാശ ഉത്തരവാദിത്തത്തെ നിശബ്ദമാക്കുവാനും നൈജീരിയൻ ക്രൈസ്തവരുടെ വംശഹത്യയെ വെള്ളപൂശുവാനുമുള്ള ടിനുബുവിന്റെ ഭരണകൂടം $10 മില്യൺ ലോബോയിങ് ഫ്രണ്ട് ആരംഭിച്ചു. നൈജീരിയയെ പ്രത്യേക ആശങ്കാകുലമായ ഒരു രാജ്യമായി നിലനിർത്തണമെന്നും ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നവർക്കെതിരെ നിയമം പ്രയോഗിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഷിക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.